അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മുമ്പത്തെ എല്ലാ വീഡിയോസിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു വീഡിയോയും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വർക്കും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് കാണിക്കാനില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മളൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഉച്ചയ്ക്ക് ലഞ്ച് വരെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ സ്പെഷ്യലും കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ രാവിലെ കഴിക്കുന്ന ഫുഡും അതുപോലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഈ വർക്കിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മുമ്പ് ചെയ്ത മോഡലായതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ലെന്ന്. അപ്പോൾ രാത്രി തന്നെ പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കണമെന്ന്. പക്ഷേ പ്ലാനിങ് ഒന്നും വിചാരിച്ച പോലെ അങ്ങോട്ട് നടന്നില്ല കേട്ടോ. നമ്മൾ ഉറക്കത്തിൽ പെട്ടത് കൊണ്ട് തന്നെ എല്ലാ പ്ലാനും കൊളായതുപോലെ ആയിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോ ഇടണം എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ മോൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. 8:30 കേട്ടോ അവളുടെ ഓട്ടോ വരിക. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, കറി ഉണ്ടാക്കാനുള്ള സമയം ഇല്ലെങ്കിൽ ആ വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് അവൾക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ഓഫ് ആണ് കേട്ടോ മുഖത്ത് കാണുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ആ ചെക്കനെ വന്നിട്ട് എനിക്ക് തരികയാണ് കേട്ടോ. നൂൽപുട്ട് ഉണ്ടാക്കിയത് അപ്പ എന്ന് പറഞ്ഞിട്ട് തരികയാണ്. പിന്നെ അവൾക്ക് 8:30 പോകാൻ സമയമായി. അപ്പോൾ മോള് പോയി കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ബാക്കി നമുക്ക് കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മോള് പോയതും ഗോതമ്പൊന്ന് കഴുകി ഉണക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ആയിട്ടോ അത് വിചാരിക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ ആ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഉണക്കി ഇടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാറ്റി വെച്ചതായിരുന്നു. ഇവിടെ ഇക്കാൻ്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഗോതമ്പ് അതുപോലെ അരിയൊക്കെ കഴുകി ഉണക്കിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ്. നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡ് പൊടികളൊന്നും വാങ്ങിക്കാറില്ല. അറ്റ വഴിക്ക് തീരെ ഇല്ലാതാകുമ്പോൾ മാത്രമേ കേട്ടോ വാങ്ങുള്ളൂ. അപ്പോൾ കൂടുതലും ഇതുപോലെ ഗോതമ്പ് വാങ്ങി അത് കഴുകി ഉണക്കിയിട്ടാണ് യൂസ് ചെയ്യാറ്. നമ്മൾ അരിയൊക്കെ മുമ്പ് തന്നെ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2 കിലോ ഗോതമ്പ് ഉണ്ടായിരുന്നു. അത് നല്ല രീതിക്ക് തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം കൈകൊണ്ട് നന്നായി ഇതുപോലെ ഒരതിയിട്ട് തന്നെ കഴുകിയിട്ട് അത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ല രീതിക്ക് തന്നെ പോയി കിട്ടണത് വരെ നമ്മൾ കഴുകി കളയുക. കുളിപ്പിച്ചിട്ട് കുട്ടിയില്ലാണ്ടാക്കണമെന്ന് പറഞ്ഞതുപോലെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ. കാരണം ഇവിടുത്തെ ഉമ്മ എപ്പോഴും പറയും കേട്ടോ, നീ എന്തെങ്കിലും കഴുകി പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സത്തുക്കളും പോകണത് വരെ കഴുകുന്നു. കാരണം എനിക്ക് അങ്ങനെ കഴുകിയാലാണ് കേട്ടോ ഒരു തൃപ്തി വരുള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളം തോരാനായിട്ട് ഒരു ഓട്ടപാത്രത്തിലോ എന്തെങ്കിലും ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കണം കേട്ടോ. എങ്കിലാണ് അതിൻ്റെ വെള്ളം നന്നായിട്ട് തന്നെ പോയി കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് ഉണക്കാനിടാം. അപ്പോൾ ഇപ്പോഴൊക്കെ നല്ല വെയിലുള്ള സമയമാണ്. നല്ല വെയിലത്ത് തന്നെ വേണം ഇത് ഉണക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നല്ല വെയിലുള്ള സമയത്ത് തന്നെ ഉണക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങിയും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലെ തന്നെയാണ് ഉണക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ ഇത് പൊടിക്കാൻ പാകമായി കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് മില്ലുള്ളത്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് വൈകുന്നേരം നമുക്കിത് പൊടിക്കാനും പറ്റും കേട്ടോ. ഇനി നമുക്ക് ഉച്ചക്കത്തെ പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 9:30-10 മണി ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ പച്ചക്കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ച ശേഷമാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ അടിക്കൽ തുടക്കലൊക്കെ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 2 പടവളങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് നേരാക്കിയിട്ട് നമുക്ക് പരിപ്പിൻ്റെ കൂടെ ഇട്ട് വെക്കില്ലേ, അതുപോലെ ഒന്ന് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ മുകളിലുള്ള ഈ തൊലികളൊക്കെ നമുക്കൊന്ന് ചുരണ്ടി എടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കുണ്ടല്ലോ ഈ പുരട്ടി വയ്ക്കല്ലെങ്കിൽ ഈ കൂട്ടുകറികളൊക്കെ ഉണ്ടല്ലോ, അതായത് ഒരുപാട് ലൂസാക്കാണ്ട് ഉപ്പും മുളകൊന്നും ഇടാതെ, അതായത് വെള്ളം പോലെ ഇല്ലാത്ത നല്ല എന്താ പറയുക കുറുങ്ങനുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുകളിലുള്ള ഈ തൊലികളൊക്കെ 2 പടവളങ്ങൻ്റെ നല്ല രീതിക്ക് തന്നെ ചുരണ്ടി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കുരുക്കളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയ ശേഷം നല്ല രീതിക്ക് തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. നമ്മൾ ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അതായത് ഹൗസ് വൈഫുകൾ, അവർക്ക് ഈ ഭർത്താവിൻ്റെ കാര്യങ്ങളും അതുപോലെ മക്കളുടെ കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് ചെറിയ രീതിക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സന്തോഷവും സമാധാനം ഉണ്ടാവില്ലേ. അതായത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, നിസ്കരിക്കുക, നമസ്കരിച്ച ശേഷം നമുക്ക് അടുക്കളയിൽ കയറി നാഷ്ടയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി, ഇക്കാക്ക് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവന് നാഷ്ടയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയച്ച് പിന്നെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടാ. അതിൻ്റെ കൂടെ ഏർണിങ്സും കൂടി വേണം കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾ
മെയിനായിട്ട് ശ്രദ്ധിക്കുക. വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വല്ലാത്ത ഒരു പ്രത്യേകതര ഫീലിങ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനും എടുക്കാനും. അതുപോലെ എനിക്കിപ്പോൾ ഒരു വർക്കും കൂടി ചെയ്യാൻ പറ്റിയതുകൊണ്ട് എനിക്ക് സന്തോഷം ഒന്നും കൂടി ഇരട്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കൊണ്ടും പറ്റുന്ന രീതിക്ക് ചെറുതായിട്ടെങ്കിലും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേകതര സന്തോഷവും സമാധാനവും കൂടി ആയിരിക്കും കേട്ടോ. പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കഷ്ടപ്പാടും ബാധ്യതകളും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഒന്നുകൊണ്ട് എല്ലാവർക്കും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട്. അത് ചിലർ പുറത്ത് കാണിക്കും, ചിലവരത് പുറത്ത് കാണിക്കില്ല. അങ്ങനെയായിരിക്കും ഓരോ മനുഷ്യരും ഓരോ വിധത്തിലായിരിക്കും അല്ലേ. അപ്പോൾ ഈ ചിരിച്ചു കാണുന്ന എല്ലാവരുടെ ഉള്ളിലും നിറയെ സന്തോഷമാണ്. ഇല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ തളർത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. വീണ് കിടക്കുന്ന മരമാകുമ്പോൾ ചാടിക്കയറാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നമ്മളെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും സങ്കടപ്പെട്ടുകൊണ്ടും ദുഃഖിച്ചുകൊണ്ടും അതുപോലെ തന്നെ 24 മണിക്കൂർ കരഞ്ഞ് കണ്ണീരുമായിട്ട് നിൽക്കരുത് കേട്ടോ. വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ പടച്ചവനോട് തവക്കൽ ചെയ്യുക. നമ്മുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും നമുക്ക് തന്നത് പടച്ചവനാണ്. അപ്പോൾ അത് തീർക്കാനുള്ള ശക്തിയും ഇല്ലെങ്കിൽ അത് തീർക്കാനുള്ളതും പടച്ചവൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ അടുത്ത് മാത്രം പറഞ്ഞിട്ട് നമ്മൾ കണ്ണീര് കൊടുക്കുക. അല്ലാതെ നമ്മൾ പരിഹസിച്ച് നമ്മളെ കളിയാക്കുന്നവരുടെ മുന്നിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് നടന്നതുകൊണ്ട് എന്ത് ലാഭമുള്ളത്? അത് അവർക്ക് ഒന്നുകൂടി സന്തോഷമായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ തളർത്തുന്നവരുടെ മുന്നിൽ നമ്മൾ എന്നും വിജയിച്ച് വേണം കാണിക്കാൻ. നമ്മുടെ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിൽ നമ്മളതൊരിക്കലും അവരുടെ മുന്നിൽ പ്രത്യേകിച്ചും കാണിക്കരുത് കേട്ടോ. നമ്മുടെ ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിൽ അത് നമ്മൾ പുറത്ത് ചിരിച്ചുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ നിൽക്കണം. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പൈസയാണല്ലേ. പൈസൻ്റെ മുകളിൽ ഈ പരുന്തും പറക്കില്ലെന്ന് പറഞ്ഞതുപോലെ എത്ര വലിയ തെറ്റ് ചെയ്ത ഒരാൾക്കും കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ല മാന്യ മര്യാദയായിരിക്കും അല്ലേ. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലായവരുണ്ടാവില്ലേ. നമ്മളിപ്പോൾ എന്ത് തെമ്മാടിത്തരം കാട്ടിയാലും 10 രൂപ കയ്യിലുള്ളവനിക്ക് ഭയങ്കര വിലയും നിലയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ വിലയും നില ഒരിക്കലും നമുക്ക് ഈ ദുനിയാവിൽ മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. നാളെ പഠിച്ചവൻ്റെ മുന്നിൽ ഇതിനെല്ലാം കണക്ക് പറയണം അല്ലേ. ഇത് എല്ലാവരും ഉദ്ദേശിച്ചു കൊണ്ടല്ലോ കേട്ടോ. ഞാൻ കോമൺ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു തന്നെ ഉള്ളൂ. ഇതാരും നെഗറ്റീവ് അടിക്കരുത്. അപ്പോൾ അതാ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ച ശേഷം ഞാൻ മോനെ ഉറക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവനെ ഉറക്കിയാലാണ് നമ്മുടെ ബാക്കി പണികളൊക്കെ വേഗം നീങ്ങുള്ളൂ. അപ്പോൾ പാലൊക്കെ കൊടുത്തിട്ട് ഇതാ കൂടെ തന്നെ കിടത്തിയിട്ട് വേണം കേട്ടോ അവനെ ഉറക്കാനായിട്ട്. തൊട്ടിലിൽ കിടക്കുന്ന ഒരു ശീലമില്ല കേട്ടോ. പിന്നെ തൊട്ടി കിടത്താൻ എനിക്കൊരു പേടിയാണ് കേട്ടോ. ഇനി ഇതാ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ചോറ് വയ്ക്കാറ്. അപ്പോൾ എനിക്കും ഈ അടുപ്പ് കത്തിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കണതൊക്കെ ഭയങ്കര ഒരു ഫീലിങ്സാണ് കേട്ടോ. നമ്മുടെ പഴയ കാല ഓർമ്മകളും അതുപോലെ നല്ലൊരു രസമല്ലേ ഈ അടുപ്പ് കത്തിച്ചിട്ടൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു ചട്ടി വെള്ളമാണ് കേട്ടോ ചൂടാക്കാനാക്കി വെക്കുക. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഞാൻ ചോറ്റിനുള്ള അരി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മട്ടരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് അവിടെ വെക്കണം കേട്ടോ. അതിൻ്റെ കളറൊക്കെ ഒന്ന് ഫസ്റ്റ് ഇളകി പോകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്കിതാ കറിക്കുള്ളത് ഒന്ന് റെഡിയാക്കി എടുക്കാം. കറി നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ പരിപ്പും പടവളങ്ങി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 പച്ചമുളക്, ഒരു 5 തക്കാളി, അതുപോലെ 3 വലിയ ഉള്ളിയും പിന്നെ ഇതാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇത്ര വേണ്ട കേട്ടോ. ഞാൻ ഇതിൽ നിന്നിപ്പോൾ ആവശ്യമുള്ള മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു 4 5 വലിയ വെളുത്തുള്ളി മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലികളൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റിയെടുക്കണം നമുക്ക്. ഇവിടെ പൊതുവെ കറി വയ്ക്കുമ്പോൾ ഇത് മുളക് പൊടി അതുപോലെ പുളിയൊക്കെ നല്ലോണം വേണം കേട്ടോ. അതായത് നല്ല ചൊടിയിലുള്ള കറികളാണ് കേട്ടോ ഇവിടെ താത്താക്കും ഉമ്മാക്കൊക്കെ ഇഷ്ടം. പിന്നെ ഇക്കാക്കും എനിക്കൊന്നും ഈ പറഞ്ഞതുപോലെ പുളി അധികം ഒഴിച്ചിട്ടുള്ള കറികളൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് സത്യം പറയുകയാണെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് വേണം കേട്ടോ കറി വെക്കാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നമ്മളങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അപ്പോൾ ഈ പരിപ്പും പടവളങ്ങയ്ക്കും വേണ്ടിയിട്ട് പരിപ്പാണല്ലോ. അപ്പോൾ ഗ്യാസ് കയറാതിരിക്കാനാണ് കേട്ടോ വെളുത്തുള്ളി. അപ്പോൾ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിയുള്ളിൻ്റെ തൊലിയും കൂടി കളഞ്ഞ് മാറ്റിയെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ അടുപ്പിൽ തന്നെ എൻ്റെ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ചോറ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ കുക്കറിൽ ഗ്യാസിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നും ഈ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെയോടൊപ്പം ഒരു എൻ്റർടൈൻമെൻറ്റും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇടാനില്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലുള്ള ചെറിയ വ്ളോഗുകളൊക്കെ ഇടുകയാണെങ്കിൽ ഒരു രസമല്ലേ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ
അപ്പോൾ വീഡിയോ ഇടാതിരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് നമുക്കൊരു എന്താ പറയുക, കാണുന്നവർക്ക് ഒരു ബോറടി ഇല്ലാത്ത രൂപത്തിലും കൂടി ആകുമ്പോൾ അതൊരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലും കൂടി അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും അതുപോലെ പിന്തുണയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ മുടങ്ങാതെ തന്നെ കാണുക. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം നിറവേറട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ച ശേഷം തൊലിച്ച് വെച്ച ശേഷം അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അതായത് നമ്മൾ പരിപ്പിൽ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കല്ലിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഉപ്പ് ചേർക്കാത്തത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് വിസിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒരുപാട് വിസിലിടണം. ഞാനൊരു 5-6 വിസിലോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്കിലാണ് നല്ല രീതിക്ക് തന്നെ പരിപ്പ് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച ശേഷം ഇത് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല കേട്ടോ. കുട്ടികൾക്ക് ഇല്ലെങ്കിൽ തന്നെ വയറുവേദനയും അതുപോലെ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾ കാണാണ്ട് വേണം കേട്ടോ നമുക്ക് തിന്നാനായിട്ട്. അപ്പോൾ ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ച ശേഷം കുറച്ച് ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ കൂടുതലും മുളക് പൊടി യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ചൂട് കൂടുമ്പോൾ ഈ എരിവും കൂടുതലായി പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒത്തിരി എരിവൊക്കെ കമ്മിയാക്കിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക കേട്ടോ. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. ഇപ്പോഴത്തെ ഈ ചൂട് കാലത്തൊന്നും നമുക്ക് നമ്മുടെ ശരീരത്തിനൊന്ന് നിയന്ത്രിച്ച് പോകണമെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഒരുപാട് വെള്ളം കുടിക്കണം കേട്ടോ. അപ്പോൾ കുട്ടികളിനൊക്കെ നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ 8ൻ്റെ പണി കിട്ടുക. അപ്പോൾ ആരും കൊടുക്കരുത്. ഇത്തിരി എരിവൊക്കെ കമ്മിയാക്കിയിട്ട് ഉപ്പ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇത്തിരി കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് റെഡിയാക്കി ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പത്തിന് നമ്മുടെ കുക്കറിൽ നിന്ന് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ഫുള്ളും വിസിലൊക്കെ പോയ എയറൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് കുക്കർ തുറന്നു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ആദ്യം തന്നെ പോയി തിരക്ക് കൂട്ടിയിട്ട് ആരും തുറക്കരുത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ പരിപ്പും ആ തക്കാളിയും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ വെന്ത് കിട്ടുകയാണെങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വേവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ വെള്ളം വേണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഞാനിതാ മുമ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവളങ്ങ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ എരിവും ഇതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ഒന്നും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും അതുപോലെ കറിവേപ്പിലയൊക്കെ താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.